അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അങ്ങനെ ഗായ്സ്, ഇന്ന് ഐബുവിനെ കൊണ്ടുപോകാതെ, എന്നും സാധാരണ അലേഹനെ കൊണ്ടുപോകാതെ പോക്ക്. പക്ഷെ ഇന്ന് അലേഹനെ കൊണ്ടുപോകുന്നുണ്ട്, ഇന്ന് ഐബുവിനെ കൊണ്ടുപോകണില്ല. അങ്ങനെ വണ്ടി എടുത്തിട്ട് വീണ്ടും ടൗണിലോട്ട് ഇറങ്ങുകയാണ്. ഈ വണ്ടി ഇപ്പം ഞാൻ മാത്രമേ ഓടിക്കലുള്ളൂ. 100 സംതിങ് കിലോമീറ്റർ ഞാൻ ഓടിച്ചു. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ ബുള്ളറ്റിനെ ഞാൻ പണിയെടുക്കാൻ കൊണ്ടുപോകാണ്. കാരണം അതവിടെ സ്കൂട്ടി എടുക്കുകൊണ്ട് സ്കൂട്ടി എളുപ്പമാണ് എടുത്തു പോകാൻ. അപ്പോൾ ബുള്ളറ്റ് അവിടെ കിടക്കുക. അപ്പോൾ അതിന് കുറച്ച് പണി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പണിയെടുക്കാൻ വേണ്ടി പോവാണ്. കാറിലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇവരെ കൊണ്ടുപോകാത്ത. കാരണം വരുമ്പോൾ എനിക്ക് ഇവിടെ ഇന്നെടുത്തിട്ട് കൊണ്ടുവരണം അല്ലേ. മഴ തള്ളിട്ട ഈ വരുമ്പോൾ ഞാൻ ഓടിക്കേ അല്ലേ അതൊക്കെ തള്ളിയിടൊന്നുമില്ല. നോക്കാം നമുക്ക്. പോരെ നടക്കി. ഹെൽമെറ്റ് ഇടണോ? ഏത് ഹെൽമെറ്റ് വേണ്ടി? 2 ഹെൽമെറ്റ് ഉണ്ട്. നമ്മള് ഈ വണ്ടിയൊക്കെ എന്താ ചളി, പുതിയ വണ്ടിയല്ല. ഇത് എനിക്ക് കഴിക്കൂടെ? കൊണ്ടടക്കല് ഞാനാണെങ്കിൽ കഴുകല എൻ്റെ പണിയല്ലേ. ഈ എൻ്റെ ബുള്ളറ്റിൻ്റെ കോലം നോക്കാം മക്കളെ. ഇതൊക്കെ ഒന്ന് പണിയെടുക്കണമെങ്കിൽ കുറച്ച് ചില്ലറ പണിയൊന്നുമല്ല. ഇതെന്താ അറിയോ, ഇതതിൻ്റെ സ്റ്റാൻഡിൻ്റെ ഒരു കഷ്ണമാണ്. അപ്പോൾ ഇത് ആദ്യം വെൽഡിങ് ഷോപ്പിൽ പോയിട്ട് വെൽഡ് ചെയ്യണം. അപ്പോൾ തൽക്കാലം ഞാൻ കയറിട്ട് കെട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇത് റെഡിയാക്കുക, പിന്നെ ചങ്ങലയുടെ ചെയിൻ പോക്കറ്റ് മാറ്റുക, ഇത് മൊത്തം ഒന്ന് പോളിഷ് ചെയ്യുക. എന്നിട്ട് ഈ വണ്ടി ഒരു സുന്ദരക്കുട്ടപ്പനാക്കണം. കാരണം മൈ ഡ്രീം വെഹിക്കിളാണ്. ഓക്കെ അലേഹ, ഇത് സ്കൂട്ടിയിലാണോ ബുള്ളറ്റിലാണോ? ഏതിലാണ്? സ്കൂട്ടിയിലാണോ ബുള്ളറ്റിലാണോ? വേഗം പറ. അതിനനുസരിച്ചിട്ടാ കയറ്റുക. ഇതൊക്കെ ഈ വണ്ടിയിലാണോ അതോ ഈ വണ്ടിയിലാണോ? ഈ വണ്ടിയിലാണോ അതോ ഈ വണ്ടിയിലാണോ? എൻ്റെ കുട്ടിക്ക് ബുള്ളറ്റിലാണ്. കയറി കയറി കയറി. കയറി കയറി കയറി. അങ്ങനെ എടുത്താൽ അവിടെ തട്ടും. കുറച്ച് ബാക്കൊക്കെ എടുക്ക്. ഞാൻ അങ്ങോട്ട് ഓടിക്ക്. എത്തൂല. വെൽഡ് ചെയ്യണം വെൽഡിങ് ഷോപ്പിൽ നിന്ന്. നടക്ക്. അതിൻ്റെ പിന്നിൽ വന്നോ? എന്താ തോണിയോ? കാല് മോള് കുത്ത്. പോട്ടെ വണ്ടി പോട്ടെ. ഇതെന്താ എൻ്റെ ഉമ്മ തൊഴിയേ അലേഹ? പോയോ? ഇനി ഏതിലാ പോണ്ടിയേ? ഇതില്. അപ്പോൾ കയറി. യാത്ര തുടങ്ങിയിട്ടുണ്ട്. വണ്ടിയൊക്കെ നേരാക്കാൻ കൊടുത്തു. അവസാനം നമ്മൾ ബുള്ളറ്റിൻ്റെ ഷോറൂമിൽ തന്നെ കൊടുത്തു അല്ലേ. അപ്പം ഇനി ഫുഡ് കഴിക്കുന്ന സമയമാണ്. ഞങ്ങൾ നേരെ നമ്മളെ എമറാത്തിൽ വന്ന് അലേഹ ജ്യൂസും സീനു ഷവായി, ഞാൻ മന്തി പീസും അല്ലേ. ഓക്കെ, ഇനി ഇത് കഴിച്ചിട്ട് നമുക്ക് പോവാം. നമ്മൾ വീട്ടിലെത്തി. ഇറിട്ടായിട്ടൊക്കെ ഒന്ന് ഐവ് ഉറങ്ങുക തോന്നുന്നു. ഉമ്മ അതാ ഉമ്മറപ്പടിയിൽ കുത്തിരിക്കണേ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ 3-4 സ്കൂട്ടിയിൽ ബുള്ളറ്റ് നമ്മളവിടെ ഇട്ടു. ഒരു 100 റുപ്യക്ക് തന്നാൽ മതി. വലിയ പപ്പടാ ചെറിയ പപ്പടാ? പെരുന്നാക്ക് കിട്ടുക. എൻ്റെ ഉള്ളിൽ കയറിക്കോളി. ചായ കുടിക്കണോ? ഞാൻ പള്ളി പോവാണേ. പള്ളിക്കൽക്ക് എത്താൻ നേരം വൈകി. ഞാൻ അവിടുത്തെ പീയൂണാണ്. ഭക്ഷണം കൊടുക്കണ്ടേ. അനാരെ വിളിക്കണോ നോക്കേ. ചേച്ചി വിളിക്കണ്ടേ. ഓക്കെ ഗായ്സ്, അങ്ങനെ ബുള്ളറ്റൊക്കെ സെറ്റാക്കി നമ്മൾ വീട്ടിലെത്തി. പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. അത് എന്തായാലും മുഴുവനാക്കാൻ പറ്റില്ല, കാരണം ഇറിട്ടായി ഗൈസ് വന്നപ്പോഴേക്കും. പിന്നെ വണ്ടിയിൽ വീഡിയോസ് ഒന്നും എടുത്തില്ല, കാരണം വരുമ്പോൾ ഇനി വീഡിയോ കൂടി എടുക്കാനുള്ള സമയമല്ല. ഒന്നാമത് സേഫ്റ്റിയുടെ ആണ് കേട്ടോ. അതായത് നമ്മൾ ഇനിയിപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ വീഡിയോ കൂടി എടുത്ത് കുട്ടിയും ഓളൊക്കെ പാടെ വണ്ടിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വണ്ടിമത്തെ കുറച്ച് വിഷലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. ഓക്കെ, പിന്നെ എനിക്ക് തോന്നിയത് വേണ്ടാന്ന്. അങ്ങനെ എന്തായി വീടെത്തി. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലം തുടങ്ങിയിട്ടുണ്ട്. ജൂൺ മാസം മഴക്കാലം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മഴക്കാലത്ത് നമ്മുടെ വീട്ടിലുണ്ടാവണ കുറച്ച് പരിപാടി, നമ്മുടെ നല്ല എല്ലാവരും വീട്ടിലും ഉണ്ടാവും. മഴക്കാല ടൈമിലാണ് എവിടെയൊക്കെ വെള്ളം ചോരുന്നത്, എവിടെയൊക്കെയാണ് ലീക്ക്, ഏതിനൊക്കെയാണ് എന്നുള്ള ഒക്കെ നോക്കണം. ഇപ്പോൾ കിച്ചണിൽ ഇങ്ങനെ വെള്ളം വന്നു കൊടുക്കുകയാണ്. അപ്പോൾ അതിനൊരു പരിഹാരം. പിന്നെ ഏറ്റവും വലിയ പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഴക്കാലത്ത് ഡ്രസ്സ് ആരടി ഉണങ്ങി കിട്ടൂല. പെരയുടെ മുകളിലും ടെറസിൻ്റെ മുകളിലും കട്ടിലിൻ്റെ മുകളിലും ജനലിൻ്റെ അഴിയിലൊക്കെ ആവും ഡ്രസ്സ് ഉണ്ടാവുക. അപ്പോൾ ഡ്രസ്സും കെട്ടണം. ഡ്രസ്സല്ല, അയൽ കെട്ടണം. അപ്പോൾ ഞാൻ ഓൺലൈനിൽ നല്ലൊരു അയക്ക ഓർഡർ ചെയ്തേക്കണേ.
ഇരുമ്പിൻ്റെ അതിങ്ങനെ കൊളുത്തി കൊടുത്താൽ മതി. നമുക്ക് കൂടുതൽ പണിയെടുക്കണം, നല്ല സ്ട്രോങ് ആണ് കേട്ടോ. അപ്പോൾ അയക്ക കെട്ടണം. ആ അയക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് അയക്ക പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്തോളിട്ട്, കാരണം നല്ല ഉപകാരപ്പെടും. ഞാൻ അതിൻ്റെ ചെറുതാണ് വാങ്ങിയത്, അതിൻ്റെ വലുതൊക്കെ അതിലുണ്ട്. അപ്പോൾ ഇനി ഒന്ന് പരീക്ഷിച്ച് നോക്കിയാണ്, നല്ലതാണെങ്കിൽ അടുത്ത് വാങ്ങിയാൽ മതിയല്ലോ. അങ്ങനെ ചെറിയ പൈസ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അയക്ക കെട്ടണം. അതേപോലെ മുകളിൽ കയറിയിട്ട് അവിടെ ഒരു പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്, അത് നേരെ കിച്ചണിലൊക്കെ വരുന്നത്. ആ പൈപ്പിൻ്റെ വെള്ളം നമുക്ക് തിരിച്ചു വിടണം. അങ്ങനത്തെ കുറച്ച് പണികളാണ്. അപ്പോൾ എന്തായാലും ഇന്ന് പെരയത്തെ പണിയാണ് ഗൈസ്. ഇതൊക്കെ കാണി, ഒരു കൊട്ട തുണിയുണ്ട്. ഈ ഒരു കൊട്ട തുണിയായിട്ട് നമുക്ക് ഇനി എന്താക്കണം, മോൾക്ക് പോകണം. ഇരിക്കള്ള ഇതിലോ ഇതിങ്ങനെ കെട്ടിയത് കാരണം നിങ്ങൾക്ക് വിരിക്കാനായില്ലേ? അല്ലേ ആ മൈക്കമ്മ തൊടല്ലേ, മൈക്ക് അപ്പൻ്റെ മൈക്ക് കൊണ്ടാ പറഞ്ഞാൽ കേൾക്കാത്ത മക്കളുണ്ടാവും. അത് ആ കുട്ടീനോട് തരാൻ പറ. മൈക്ക് താടി ഇല്ല കിട്ടും, തല്ലല്ലേ. നീ തല്ലുവോ? എന്താ ചെയ്യുക, സാധാരണ മക്കളല്ലേ തല്ലത്, തിരിച്ച് വാപ്പാനെ തല്ലുന്ന മക്കളായ എന്താ ചെയ്യുക? എൻ്റെ ഡ്രസ്സാണല്ലോ റബ്ബേ. ഇതിന് മാത്രം ഡ്രസ്സ് ഞാൻ അയച്ചിട്ടുണ്ട് ഇവിടെ. സകല തുണി. നേരത്തെ പുറത്തുനിന്ന് കുറച്ച് ആൾക്കാർ വന്നപ്പോൾ ഫുള്ള് ഇതേനെ ഡ്രസ്സുകളാ. ഇതെന്താ ലോണ്ടറി? മഴക്കാലാകുമ്പോൾ ഇങ്ങനെയാണ് എല്ലാ പെരയിലും ഇങ്ങനെ തന്നെ. ഞാൻ ഈ ഒരു വീട് ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ അവരോടൊക്കെ പറഞ്ഞത് എന്താ വെച്ചാൽ മുകളിലത്തെ ഈ വലിയ റൂമിൻ്റെ ആണെന്നാണ് പറഞ്ഞത്. ഈ മുകളിലത്തെ വലിയ റൂമിൽ ഒരു ദിവസം പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല ഗൈസ്. കാരണം നമ്മൾ മുകളിലൊക്കെ വെറുതെ റൂം ഉണ്ടാക്കുക. മക്കളൊക്കെ വലുതായി കുട്ടികളൊക്കെ ആയി മരുമക്കളൊക്കെ ആകുമ്പോഴാണ് മുകളിലത്തെ റൂം കൊണ്ട് കാര്യമുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഈ റൂം ആരെങ്കിലും വന്നാൽ കടന്നു എന്നല്ലാതെ ഒന്നും ഈ റൂം കൊണ്ടൊരു കാര്യമില്ല അല്ലേ? ഇനി ഇവിടെ AC ഒക്കെ വെച്ചിട്ട് ഞാൻ ഈ റൂമിൽ കൂടുക, ഞാനും ഡോളും അല്ലേ? ഞാനും ഡോളും അല്ലേ? നമ്മളോ ഞാനും ഡോളും എന്നാ പറഞ്ഞേ. ഇന്ന് നമ്മള് ഏകവചനം വേണ്ട ഇവിടെ കേട്ടോ, ബഹുവചനാക്ക അല്ലേഹ അല്ലേ? ഒരു ഡാൻസ് കളിച്ച കുറേ കാലമായില്ല ഡാൻസ് കളിച്ചിട്ട്. താനെ താനാനെ താനാനാനെ തനെ താനെ താനാനെ താനാനാനെ എല്ലുള്ളേരി മാലിനഗരെ അഭിലസിപ്പെട്ട ഇതുണ്ട് കയ്യെ മാലി. ഇങ്ങനെ കളിക്കും, ഇങ്ങനെ കാലിങ്ങനെ ഇങ്ങനെ അന്നെ അങ്ങനെ കളിക്ക്. ഒരു മാർഗമില്ലാത്തൊരു കളി കളിക്കൂലേ അന്നെ, അതല്ല ആ കളിയല്ല. കാലിങ്ങനെ കാല് പൊക്ക്. ഇനി കൈ പൊക്ക്. അബ്ബ എങ്ങനെ എക്സസൈസ് എങ്ങനെ ചെയ്യാ? എന്ത് മക്കളെ സ്വിമ്മിങ് പൂളോ ഇതിലൊക്കെ ഇങ്ങനെ വെള്ളം വന്നു കഴിഞ്ഞാൽ വാർപ്പ് ലീക്കാവൂലേ? മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഈ മരത്തിലെ ഇലയൊക്കെ ഫുള്ള് കഴിച്ച് ഇതിൽ അടങ്ങാണ്ട് കിച്ചണിലേക്ക് വെള്ളം വരികയാണ്. ഒരു കുറ്റിച്ചൂലെടുത്തുങ്ങാണ്ട് ആദ്യം ഇതേനത്തെ ഏതേലും വെള്ളം വരുന്നുണ്ട് തന്നെ. ഈ വെള്ളം ഇവിടെ തെറിച്ചിങ്ങാണ്ട് അതിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കവറിട്ടുങ്ങാണ്ട് ആ വെള്ളത്തിനെ പുറത്തേക്ക് ആക്കണം. അതുപോലെ ഈ വേസ്റ്റൊക്കെ ഒന്ന് ഒഴിവാക്കണം. ഞാൻ അന്ന് ആ ബായിനെ വിളിച്ചാണ്. അപ്പോൾ ബായി പറഞ്ഞ് മുകളിലൊന്നും കച്ചറല്ല ബായി, നല്ല വെയിറ്റ് ആയിട്ടുണ്ടാവും ഇത്. ഇപ്പോൾ ഒരു കുറ്റിച്ചൂല് എടുത്തിട്ട് ആ വേസ്റ്റ് എടുത്ത് തട്ടിയിട്ടാൽ മതിയായിരുന്നു. അടുത്ത് പൊറുക്കി അങ്ങോട്ട് ഇതേനെ പൈപ്പുണ്ട്. ഈ പൈപ്പിലെ വെള്ളമാണ് അങ്ങോട്ട് പോയി വെക്കണ്ട്. ഈ എവിടേക്ക് ഒലിച്ചു പോയിട്ട് അയിലിക്കല്ലേ വീഴണേ? അയിലിക്ക് വീഴണ്ട, നേരെ അപ്പുറത്ത് കിട്ടായി. ബായ് പറയും. അല്ല മോൾ ഡാൻസ് കളിച്ചാ കാലത്ത് ചെയ്തിട്ടില്ല, മഴക്കാലത്തേക്ക് തന്നെയാണ് ഇതെല്ലാവരും ചെയ്യലേ. വേനൽക്കാലത്ത് പാരെങ്കിലും വെള്ളം ഒഴിച്ചു വിടുവോ? ഇതാ പോരുന്ന്, ഇതാ അടുത്തത് വെള്ളത്തിൽ കളിക്കാം. പണി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് അയല് കെട്ടണം. അയല് കെട്ടലാണ് ടാസ്ക്. ഓക്കെ, അതാ വാതിൽ കുറ്റിയിട്ടിട്ട് നേരെ അടച്ചോളിട്ടോ. അനുസരണമില്ലാത്ത മക്കള്. എന്താ ഈ കുട്ടി ഇങ്ങോട്ട് പാടി ഉമ്മ വരുന്നുണ്ട്. ഇറങ്ങ്. ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോവാ. ഭയമാ മക്കളെയും കുട്ടികളൊക്കെ പെറുക്കിയിട്ട് ഏതിക്കും പോണി. ഓരോടത്ത് ഒതുങ്ങിയിരിക്കില്ല. ഓനെ ഇവിടെ എത്തിക്കഴിഞ്ഞോ നടുമുറ്റത്ത് പോയി ചാടും.
അപ്പോൾ ഓനെയും കൊണ്ട് മോൾക്ക് പോയാ ഇനി താഴത്താണ് ഇനി അടുത്ത പണി. അങ്ങനത്തെ ഒരു 4 പൈപ്പും കൂടി വാങ്ങിക്കഴിഞ്ഞാൽ ആ പൈപ്പും കൂടെ ഒക്കെ കെട്ടിയിട്ടായി. ഇവിടെ ജസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കൊളുത്തി കൊടുത്താൽ മാത്രം മതി. കൊളുത്തി ഇത് 5 മീറ്റർ വലിയ മീറ്ററൊക്കെ വേണമെങ്കിൽ വാങ്ങാം. ഞാൻ 5 മീറ്റർ വാങ്ങി. ഫൈനലി നമ്മൾ അയൽ കെട്ടിയിട്ടുണ്ട്. അയൽ കണ്ടില്ല, 2 അയൽ കെട്ടിയിട്ടുണ്ട്. ഞാൻ 2 വാങ്ങിയായിരുന്നു. ഇതാ ഒന്ന് നിൽക്കുന്നത്, അതേപോലെ തന്നെ ഇതാ ഒന്ന് നിൽക്കുന്നത്. അപ്പോൾ 2 അയൽ കെട്ടിയ സ്ഥിതിക്ക് നോക്കിയേക്ക് ബെഡ്ഷീറ്റും ആയാലും പുതപ്പായാലും നല്ല ഹൈറ്റിൽ തന്നെയാണ് കെട്ടിയിട്ടുള്ളത്. അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ടെൻഷൻ വേണ്ട. ഓക്കെ, ഇനി ഈ ബാക്ക് സൈഡിലാണ് പ്രശ്നം. ബാക്ക് സൈഡിൽ വെള്ളം ഇതിനെ ഇറങ്ങിയിട്ട് കിച്ചണിലോട്ട് ഇറങ്ങുകയാണ്. ഇതാണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ചപ്പിലെങ്ങനെ നിറയുക, എന്നിട്ട് വെള്ളം ഇതിനെ പോവാതിരിക്കുക. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മരം വെട്ടണമെങ്കിൽ ഇത് കംപ്ലീറ്റ് വെട്ടേണ്ടി വരും. ഓക്കെ ഗായ്സ്, മഴക്കാല പണികൾ ഇതാ പുരോഗമിക്കുന്നു. വെള്ളം കൊണ്ടും കളി കൊണ്ടും ആകെ കളിയാണ്. ഇതൊക്കെ കണ്ട് രസിക്കുന്ന ഐബും ഇതെല്ലാം നോക്കി നിൽക്കുന്ന ആലേ. അപ്പം എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ബൈ.